അപ്പം വിഷമില്ലാത്ത കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചെങ്കിലേ മതിയാവത്തുള്ളൂ. അപ്പം ഇത് എൻ്റെ ചുറ്റിനും നിൽക്കുന്നത് കോളിഫ്ലവറും ക്യാബേജും ബ്രൊക്കോളിയാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം സെപ്റ്റംബർ മാസം മുതലേ ഞാൻ പറയുന്നതാണ്, എല്ലാവരും കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി ഇങ്ങനെയുള്ളതായ ശീതകാല പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നുള്ളത്. ഒക്ടോബർ മാസം പകുതിയെങ്കിലും നട്ടവർക്ക് ഇപ്പം ഇതേപോലെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിളവെടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. ഞാൻ എൻ്റെ പറമ്പിൽ നട്ടതായ കോളിഫ്ലവർ, ക്യാബേജൊക്കെ വിളവെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം ഇതുപോലെ വിത്തുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം പച്ചക്കറി വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇപ്പം ശീതകാല പച്ചക്കറികളുടെയൊക്കെ വീഡിയോ നമ്മൾ തുടക്കം മുതൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ കൊടുക്കുന്നതായ, ഇനി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ടതായ ഒരു വളക്കൂട്ടിൻ്റെയും കൂടെ കാര്യമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം നമുക്കിനി അതെന്താണെന്ന് നോക്കാം. വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ശീതകാല പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന വളക്കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവ സ്ലറിയാണ് കേട്ടോ. ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ചാണകം, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി ശർക്കര അല്ലെങ്കിൽ 100 ഗ്രാം ശർക്കരയാണ് നമ്മൾ ഇതിനകത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു 7 ദിവസമെങ്കിലും നമ്മൾ വെച്ചിരിക്കുക. മിനിമം 7 ദിവസം വയ്ക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസമെങ്കിലും ഇത് വെച്ചിരിക്കണം. അതിൽ കൂടുതൽ വെച്ചിരുന്നാൽ ഒരുപാട് പുളിപ്പ് കൂടിയാലും നമ്മുടെ ചെടികൾക്ക് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇതങ്ങ് തീർത്തോണം, അല്ലെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലതുപോലെ 7 ദിവസവും നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് തന്നെ കലക്കി കൊടുക്കുക. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് നമ്മുടെ ചെടികൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് അതിന് 4 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റുകൾ കമ്പോസ്റ്റ് ആക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം വേസ്റ്റുകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നല്ല ഒരു പരുവായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനെ നമ്മൾ നല്ലതുപോലെ കലക്കി എടുത്തിട്ട് നമ്മൾ എന്ത് വേണം, ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. അപ്പം എങ്ങനെയായാലും വേസ്റ്റുകൾ വെറുതെ കളയാതെ നമുക്ക് കൃഷിക്ക് ഉപകരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പം ചാണകമൊക്കെ കലക്കി വെക്കുന്നതിന് ഇപ്പം നല്ല നല്ല ബക്കറ്റുകളൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഏറ്റവും പഴയ ബക്കറ്റുകളൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചെടികൾ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിതിന് ഒരു പെയിൻറ്റ് കപ്പിന് 2 കപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു ബക്കറ്റ് വെള്ളമാക്കും ഇത്. അപ്പം ഞാൻ 2 കപ്പിന് ഈ ഒരു ബക്കറ്റ് നിറച്ചങ്ങ് വെള്ളമാക്കുകയാണ്. അപ്പം നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് ജൈവ സ്ലറി ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ പുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പം ഞാൻ കട്ടിക്കാണ് ഇത് കലക്കി വെച്ചേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ആക്കുവാണേ. അപ്പം എല്ലാത്തിനും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആദ്യം തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ചെവിടൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ മേളിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഇതിൻ്റെ തണ്ട് മേളിലോട്ട് നിൽക്കുകയാണെങ്കിൽ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ മണ്ണ് ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് മണ്ണിൻ്റെ കാര്യം ഇല്ല. ഇത് ആഴ്ചയിൽ 1 or 2 തവണ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചാൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് നിന്ന് ഹെഡൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഡെയിലി നമുക്ക് ഇതിനകത്തൊരു നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴുവിൻ്റെ ശല്യമൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതെന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെയും കീടനാശിനികൾ തളിച്ചിട്ടാണ് നമ്മുടെ കടകളിലോട്ടൊക്കെ ഈ സാധനങ്ങൾ പല സ്ഥലത്തു നിന്നും വരുന്നത് കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമ്മളിപ്പം കീടനാശിനി ഒന്നും തളിക്കാനൊന്നും നിൽക്കേണ്ട. ഡെയിലി നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ട് ഇതിനകത്തൊക്കെ കോളിഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട്. ഇതൊരു 3 നേരമെങ്കിലും വെയിലത്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്നല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് തളർന്ന് വല്ലാതായിപ്പോവും. പറമ്പിലൊക്കെ നിൽക്കുന്നത് നമ്മൾ വിളവെടുത്ത് തുടങ്ങി കറിയൊക്കെ വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒക്ടോബറിലൊക്കെ നട്ടവർക്ക് വിളവെടുക്കാനായിട്ട് പരുവമായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇനി വിളവെടുത്തോണം. അതല്ലാന്നുണ്ടെങ്കിൽ നിന്ന് കേടായി പോവും കേട്ടോ. ഇത് നമ്മുടെ ബ്രൊക്കോളിയാണ് ഈ നിൽക്കുന്നത്. ഉണ്ട് ഇതിനകത്തെല്ലാം ദാണ്ട് കോളിഫ്ലവർ പിടിക്കുന്നുണ്ടോ. പറമ്പിൽ ഇതിലും വലുതായി നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം ദാണ്ട കായ പിടിക്കുന്നുണ്ട്.
അതിനപ്പുറത്തോട്ട് ക്യാബേജാണ് നട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രൊക്കോളിയൊക്കെ ഇച്ചിരി ഒന്ന് താമസിച്ചേ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഹെഡിൻ്റെ ഒരു തുടക്കമൊക്കെ ആയിട്ടുണ്ട്. ഇനി അങ്ങ് വന്നോളൂ ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചക്കറികളുടെ വേസ്റ്റ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത്, നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കോഴിവളം ഏറ്റവും നല്ലത് കേട്ടോ. ആട്ടിൻകാഷ്ടമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പർ മീൽ ഉണ്ടെങ്കിൽ സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വളവും നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ശീതകാല പച്ചക്കറികളായ ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.